നമ്മൾ നല്ലൊരു ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യുക. നല്ലൊരു ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്താൽ അത് നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് നൽകും. എല്ലാ ഡയറ്റ് പ്ലാനിലും അന്നജമടങ്ങിയ ഭക്ഷണങ്ങൾ മാക്സിമം നമ്മൾ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ കുറച്ച് കഴിച്ചുകൊണ്ട് അന്നജം നമ്മൾ വളരെ ചുരുക്കിയാണ് കഴിക്കുന്നത്. അന്നജം ചുരുക്കുമ്പോൾ നമ്മുടെ ശരീരത്ത് ഈ ഗ്ലൂക്കോസ് ഉണ്ടാവുന്ന അളവ് കുറയുകയും അത് നമ്മുടെ ഫാറ്റ് ലോസിനെ നമ്മളെ വളരെ അധികമായിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് നല്ലൊരു ഡയറ്റ് പ്ലാൻ നിങ്ങൾ ഫോളോ ചെയ്യുക. അത് ചെയ്താൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് ശരീരഭാരം കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഹൈ ഇന്റൻസീവായ വർക്കൗട്ടുകൾ, വ്യായാമങ്ങൾ ചെയ്യുക. വ്യായാമങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്നുമുള്ള കൊഴുപ്പ് കുറയാനും അതുപോലെ തന്നെ ശരീരത്തിലുള്ള ഗ്രോത്ത് ഹോർമോൺസ് കൂടുതലായിട്ട് ഉണ്ടാകുവാനും അതുപോലെ തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാനും വ്യായാമങ്ങൾ നമ്മളെ വളരെ അധികമായിട്ട് ഹെൽപ്പ് ചെയ്യും. വ്യായാമങ്ങൾ ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്താലും വളരെ ബുദ്ധിമുട്ടാണ് ശരീരഭാരം കുറയ്ക്കാനായിട്ട്. അതും നല്ല ഹൈ ഇന്റൻസീവ് ആയ വർക്കൗട്ടുകൾ ചെയ്യുക. ഈ കാണുന്ന വ്യായാമങ്ങൾ നിങ്ങൾക്ക് ഇന്റൻസീവ് ആയിട്ട് തോന്നിയില്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ള വ്യായാമങ്ങൾ ഫോളോ ചെയ്യുക. എന്ത് വ്യായാമങ്ങളായാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് കുറച്ചു ഇന്റൻസീവ് ആയിട്ട് നിങ്ങളുടെ ബോഡി വർക്ക് ചെയ്യുന്ന ഒരു ഫീലിംഗ് നിങ്ങൾക്ക് തോന്നണം. അത്തരം വർക്കൗട്ടുകൾ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഈ വീഡിയോയിലുള്ള വ്യായാമങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ വ്യായാമങ്ങൾ കണ്ട് അതിനോടൊപ്പം തന്നെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. കാരണം വ്യായാമങ്ങൾക്കൊപ്പം ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ബ്രീത്ത് ചെയ്യണം, ശരീരത്തിന്റെ ഏത് ഭാഗത്ത് ഫോക്കസ് ചെയ്യണം എന്നെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രാക്ടീസ് ആരംഭിക്കാം. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ലെഗ് ട്വിസ്റ്റിംഗ് ആണ്. അത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം നിങ്ങൾ ഇതുപോലെ കാല് മടക്കി വെച്ച് ഇതുപോലെ ഇരിക്കുക. അതിനുശേഷം കാല് സെപ്പറേറ്റ് ചെയ്യുക. ഒരു 2 feet ഡിസ്റ്റൻസിൽ സെപ്പറേറ്റ് ചെയ്യുക. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യത്തെ റൗണ്ട് നിങ്ങൾ കാണുക, അതിനുശേഷം നമുക്ക് ഒരുമിച്ച് ചെയ്യാം. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് 2 കാലും ഇതുപോലെ വലതുവശത്തേക്ക് ട്വിസ്റ്റ് ചെയ്യുക. അതിനുശേഷം 2 കാലും ഇടതുവശത്തോട്ട് ഇതുപോലെ ട്വിസ്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ മുട്ടുകാല് നിലത്ത് മുട്ടിക്കാൻ പറ്റുമോ എന്ന് നോക്കുക. അതുപോലെ തന്നെ ബോഡി ആവുന്നത്ര പിന്നോട്ട് ട്വിസ്റ്റ് ചെയ്യാൻ നോക്കുക. നിങ്ങൾക്ക് പറ്റുന്ന പോലെ ചെയ്യുക. ഓവറായിട്ട് സ്ട്രെയിൻ ചെയ്യണമെന്നില്ല. ഇത് കുറച്ച് എളുപ്പമായിട്ട് ചെയ്യാവുന്ന ഒരു പൊസിഷനാണ്. നമ്മളൊരു 5 റൗണ്ടാണ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ എന്നോടൊപ്പം ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ബ്രീത്ത് ചെയ്യേണ്ട രീതി കൂടി മനസ്സിലാവും. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. ആദ്യം ഈ ഒരു പൊസിഷനിൽ കാലും മടക്കി വെച്ച് ഇരിക്കുക. ഇനി എക്സേൽ 2 കാലും ട്വിസ്റ്റ് ചെയ്ത് റൈറ്റ് സൈഡിലേക്ക്, ബോഡി റൈറ്റ് സൈഡിലേക്ക് തിരിക്കുക. ഇൻഹേൽ അപ്പ്, എക്സേൽ ലെഫ്റ്റ് സൈഡിലേക്ക്. ഇൻഹേൽ അപ്പ്, എക്സേൽ റൈറ്റ് സൈഡ്. ഇപ്പോൾ ഒരു റൗണ്ടായി. ഇൻഹേൽ അപ്പ്, എക്സേൽ ലെഫ്റ്റ് സൈഡ്. ഇൻഹേൽ അപ്പ്. 2 റൗണ്ടായി. എക്സേൽ റൈറ്റ് സൈഡ് ഇതുപോലെ. ഇൻഹേൽ അപ്പ്, എക്സേൽ ലെഫ്റ്റ് സൈഡ്. മാക്സിമം ബോഡി ലെഫ്റ്റ് സൈഡിലേക്ക് ട്വിസ്റ്റ് ചെയ്യുക. അപ്പ് ചെയ്യുക. എക്സേൽ റൈറ്റ് സൈഡ്. 4ാമത്തെ റൗണ്ട്. അപ്പ് ചെയ്യുക. എക്സേൽ ലെഫ്റ്റ് സൈഡ്. അപ്പ് ചെയ്യുക. ഒരു റൗണ്ട് കൂടി. എക്സേൽ റൈറ്റ് സൈഡ് ഇതുപോലെ ആവുന്നത്ര ട്വിസ്റ്റ് ചെയ്യുക. ബോഡി കൂടി മാക്സിമം ട്വിസ്റ്റ് ചെയ്യാൻ നോക്കുക ഇതുപോലെ. എന്നിട്ട് റൈറ്റ് സൈഡ് ഓപ്പൺ ചെയ്യുക. ഇൻഹേൽ അപ്പ്, ലെഫ്റ്റ് എക്സേൽ ലെഫ്റ്റ് സൈഡ്. മാക്സിമം ട്വിസ്റ്റ് ചെയ്യുക. ഇൻഹേൽ അപ്പ്. ഒരു തവണ കൂടി റൈറ്റ് സൈഡ് മാക്സിമം ഇതുപോലെ ട്വിസ്റ്റ് ചെയ്യുക. എന്നിട്ട് ബോഡി മാക്സിമം ഇതുപോലെ ഒന്ന് വളയ്ക്കുക. ഇടത് കൈ ഇതുപോലെ കൊണ്ടുവന്ന് മാക്സിമം. ഇനി ഓപ്പോസിറ്റ് സൈഡ്. എക്സേൽ ലെഫ്റ്റ് സൈഡ്. റൈറ്റ് ഹാൻഡ് പിന്നോട്ട് കൊണ്ടുവന്ന് ബോഡി മാക്സിമം ലെഫ്റ്റ് സൈഡിലേക്ക് ഒന്ന് വളയ്ക്കുക, നിങ്ങൾക്ക് പറ്റുന്ന പോലെ മാക്സിമം. ഇനി കം ബാക്ക്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ ഒരു പൊസിഷൻ ഒരു റൗണ്ട് കൂടി ചെയ്യാൻ നോക്കുക. അതിനുശേഷം നിങ്ങൾക്ക് റിലാക്സ് ആവാം. നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഈ വയറിലെ ഫാറ്റും അതുപോലെ തന്നെ സൈഡിലെ ഫാറ്റും ഒരുപോലെ കുറയ്ക്കാനുള്ള ഒരു വ്യായാമമാണ്. അപ്പോൾ അതിനായി നിങ്ങൾ 2 കാലും മടക്കി ഇതുപോലെ വെക്കുക. ബട്ടക്സിനോട് ചേർത്ത് ഇതുപോലെ. ആദ്യത്തെ റൗണ്ട് ഞാൻ കാണിച്ചു തരാം. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ തല ഇതുപോലെ ഉയർത്തി ഹോൾഡ് ചെയ്യുക. അതിനുശേഷം ശ്വാസം വിട്ടുകൊണ്ട് വലതുകാലിൽ വിരൽ തുടർന്ന് നോക്കുക ഇതുപോലെ. ശ്വാസം എടുത്ത് കം ബാക്ക്. ശ്വാസം വിട്ടുകൊണ്ട് ഇടതുകാൽ വിരൽ തുടർന്ന് നോക്കുക. കം ബാക്ക്. നമ്മൾ ഇതുപോലെയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ പറ്റുന്ന ഇത് ചെയ്യുക. ടയർഡ് ആകുമ്പോൾ റിലാക്സ് ചെയ്യാം. നമ്മളൊരു 20 റൗണ്ടാണ് ചെയ്യുന്നത്. വലത് സൈഡ് 10 തവണ, ഇടത് സൈഡ് 10 തവണ. ടയർഡ് ആകുമ്പോൾ റിലാക്സ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു പൊസിഷനിൽ വരിക. നമുക്ക് ഒരുമിച്ച് ചെയ്യാം. ഈ ഒരു പൊസിഷനിൽ വരിക ആദ്യം തന്നെ. ഇനി തല അപ്പ് ചെയ്യുക.
നമുക്ക് ആരംഭിക്കാം. ഇനി എക്സേൽ വലതുകാൽ തൊടുക, ഒരു റൗണ്ട്. എക്സേൽ ഇടതുകാൽ തൊടുക, 2 റൗണ്ട്. എക്സേൽ റൈറ്റ് ലെഗ് ടച്ച്, എക്സേൽ ലെഫ്റ്റ് ലെഗ് ടച്ച്, കം ബാക്ക്, എക്സേൽ റൈറ്റ്, കം ബാക്ക്, എക്സേൽ ലെഫ്റ്റ്, കം ബാക്ക്. 6 റൗണ്ടായി. എക്സേൽ റൈറ്റ് 7, കം ബാക്ക്, എക്സേൽ ലെഫ്റ്റ്, കം ബാക്ക് 8, എക്സേൽ റൈറ്റ് 9, എക്സേൽ ലെഫ്റ്റ് 10, എക്സേൽ റൈറ്റ് 11, എക്സേൽ ലെഫ്റ്റ് 12, എക്സേൽ റൈറ്റ് 13, എക്സേൽ റൈറ്റ് ലെഫ്റ്റ് 14, എക്സേൽ റൈറ്റ് 15, എക്സേൽ ലെഫ്റ്റ് 16, എക്സേൽ റൈറ്റ് 17, എക്സേൽ ലെഫ്റ്റ് 18, എക്സേൽ റൈറ്റ് 19, എക്സേൽ ലെഫ്റ്റ് ആൻഡ് കം ബാക്ക്. 20 റൗണ്ടായി നമ്മളിപ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ ഒരു പൊസിഷൻ ഒന്നുകൂടി ചെയ്യാൻ നോക്കുക. ഇത് നമ്മുടെ വയറിലെയും ഹിപ്പിലെയും ഫാറ്റ് കുറയ്ക്കാനായിട്ട് വളരെ നല്ലൊരു പൊസിഷനാണ്. അപ്പോൾ അത് ചെയ്ത ശേഷം നിങ്ങൾക്ക് റിലാക്സ് ആവാം. മാറ്റിൽ കിടന്ന് ഇതുപോലെ റിലാക്സ് ആവാം. ഇത്രയും വ്യായാമം ചെയ്തിട്ട് നിങ്ങൾ ടയേർഡ് ആയിട്ടില്ലെങ്കിൽ ഈ വ്യായാമങ്ങൾ ഒരിക്കൽ കൂടി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ ഓരോ ദിവസവും നിങ്ങൾക്ക് ചെയ്യാവുന്ന അളവ് കൂട്ടി കൊണ്ടുവരിക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നമസ്തേ.